ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവും, അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല കുറുകിയ ചാറോടെയുള്ളൊരു കറിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് മീഡിയം സൈസിലുള്ള 5 വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 4ആയിട്ട് മുറിച്ച് നമ്മൾക്ക് വെള്ളത്തിലിടണം. അപ്പം ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വഴുതനങ്ങ മുറിച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. വഴുതനങ്ങ എപ്പോഴും കറി വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വെള്ളത്തിലിടണം. നമ്മൾ വഴുതനങ്ങ അരിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറും. ഇതേപോലെ ഓരോ വഴുതനങ്ങ എടുത്ത് 4ആയിട്ട് മുറിച്ചു കൊടുക്കുക. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിക്കഴിഞ്ഞാൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുന്നത്. ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാ വഴുതനങ്ങയും ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്തിരിക്കുന്ന ചെറിയൊരു തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഇത്രയും റെഡിയാക്കി വെക്കുക. അരിയുന്നതെല്ലാം നമ്മൾ പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ കൂടെ നോക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്. ഇഞ്ചി ഞാനിവിടെ നല്ലപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി കുറച്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് നമ്മൾക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പൊടിയായിട്ട് അരിയുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം സൈസിലുള്ള ഒരു സവാള അരയ്ക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വലുതാക്കി നമ്മൾ അരിഞ്ഞത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും അരിഞ്ഞു കഴിയുമ്പോൾ. കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, അതും കുറച്ച് വലുതാക്കി തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് കുറച്ച് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ സോഫ്റ്റായി എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അത്രയും സമയം നമ്മൾക്ക് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പം ഇത് നല്ലപോലെ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളിലേക്ക് പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതിവിടെ കുറച്ച് സമയം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് സമയം കൂടെ വഴറ്റി കൊടുക്കാം. തേങ്ങ ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലപോലെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് വെറുതെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കുക. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതെല്ലാം നല്ലപോലെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ 15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ പുരട്ടി വെച്ച വഴുതനങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇത് തീ കുറച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. വഴുതനങ്ങയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ പുരട്ടി കൊടുത്ത ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലപോലെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ്. 1 കപ്പ് ചെറിയ ഉള്ളിയുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. അതും നല്ലപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഇതിവിടെ കുറച്ച് സമയം ആയിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇനി പൊടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ട് വഴറ്റിയപ്പം അതിനകത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തീ നല്ലപോലെ കുറച്ച് വെച്ച് ഇടയ്ക്ക് മാത്രം നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ട് വഴറ്റി വെച്ചത് ഇപ്പം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല, തേങ്ങയൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പം നല്ലപോലെ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചത് നല്ലപോലെ ഇപ്പം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വഴറ്റി അരച്ചെടുത്ത തേങ്ങ മിക്സ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മിക്സിക്കകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം പോരാ എങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയായി പോകരുത്. കുറച്ച് കുറുകിയ പാകത്തിലാണ് ഇത് കിട്ടുക. അപ്പം ഒരുപാട് വെള്ളം കൂടിയും പോകരുത്, വെള്ളം കുറഞ്ഞും പോകരുത്. നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇനി വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വഴുതനങ്ങ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഇത് കുറച്ചധികം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടെ നോക്കുക. നമ്മൾ എല്ലാത്തിനകത്തും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവാണ്. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച വഴുതനങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. വഴുതനങ്ങ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ട് 2 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നമ്മൾക്ക് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പം എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്